ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോടും അവിടുന്ന് അരുളി ചെയ്തു. 12 മണി സമയമായിരുന്നു. എന്റെ പിതാവേ, അങ്ങേ കൈകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പെട്ടെന്ന് സൂര്യൻ ഇരുന്നു. 3 മണി വരെ അന്ധകാരമായി. ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറിപ്പോയി. ഭൂമി ഇളകി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടുനിന്നിരുന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. ഒരിക്കൽ പൂർത്തിയാകും. ഞാൻ ഒരു ദിവസം മരിക്കും. അന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ. എന്റെ പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി. ആകയാൽ അങ്ങേ പക്കൽ എന്നെ ഇവിടുത്തെ കുഴിയുണ്ട്. ഞങ്ങളങ്ങനെ മാതാവ് അവരെ കയറിയിട്ട് എല്ലാവരും വിശ്രമിക്കാനൊക്കെ വന്നിരിക്കുക. ക്ഷീണിച്ച് നിൽക്കുന്ന കുറുമ്പൻ എല്ലാവരും നേർച്ച കഞ്ഞിയൊക്കെ ഇവിടെ എൻ്റെ ഇവിടെ. അങ്ങനെ നേർച്ച കഞ്ഞി കുടിച്ച് ആശുപത്രിയിൽ ഫസ്റ്റ് എയ്ഡ് വയ്യാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഇതിനൊക്കെ ചെയ്യുന്നു. കുറുമ്പി നേർച്ച കഞ്ഞി കുടിക്കുക. കൊച്ചു കുറുമ്പി നേർച്ച കഞ്ഞി കുടിച്ചോണ്ടിരിക്കുക. നൈസ്. ഇത് വലിയ കുറുമ്പി. തീറ്റ മാത്രമല്ല ഇവിടെ പിയായി വിശലൊക്കെ ആയിട്ട് വന്നിരുന്ന് തിന്നെയാണ് കുറുമ്പൻ. ഞാനും മാച്ച് കഴിഞ്ഞു. എല്ലാവരും മതാളിച്ചിരിക്കണം. ദേഹത്ത് വേദല്ലേ മുത്തേ. സൈഡിൽ